ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നിഗാസ് വേൾഡ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്നാണ് നമ്മുടെ ഇച്ചുക്കുട്ടൻ്റെ ബർത്ത്ഡേ. സെപ്റ്റംബർ 20th കേട്ടോ അവളുടെ ബർത്ത്ഡേ. അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിലൊന്ന് കൊണ്ടേക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. രാവിലെ ഇപ്പോൾ ഒന്ന് നേരത്തെ ഇന്ന് എണീപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് നേരം കൂടെ കിടന്ന് ഉറങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീപ്പിച്ച് കുളിപ്പിച്ച് റെഡിയാക്കി അമ്പലത്തിൽ വിടുകയാണ്. സമയം ഒരു 7:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടായിയും ഇച്ചുക്കുട്ടും കൂടെയാണ് കേട്ടോ അമ്പലത്തിൽ പോകുന്നത്. അവർ രണ്ടുപേരും ഞാൻ പോകുന്നില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും അവളെ പുതിയ ഉടുപ്പൊക്കെ ഇടിയിച്ച് റെഡിയാക്കി അമ്പലത്തിലേക്ക് വിടുകയാണ്. അപ്പം ഓട്ടോയ്ക്കാണ് കേട്ടോ പോകുന്നത്. ഇവിടെ തൊട്ടടുത്ത അമ്പലത്തിലാണ് പോകുന്നത്. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ പോയിട്ട് വരും. അപ്പോൾ ഇന്ന് നമ്മൾ വലിയ കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കേക്ക് കട്ട് ചെയ്യണം. ഇപ്പോൾ സമയം ഒരു 7:45 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ അവർ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകണം കേട്ടോ. ഇവിടെ തൊട്ടടുത്തൊരു നേഴ്സറി ഉണ്ട്. അപ്പോൾ അവൾ ഇടയ്ക്കൊക്കെ പോയി ടീച്ചറിൻ്റെ അടുത്തൊക്കെ ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ അവർക്ക് നേഴ്സറിയിലുള്ള പിള്ളേർക്കും പിന്നെ ടീച്ചറിനൊക്കെ നമ്മൾ ഓരോ ലഡു എന്തെങ്കിലും കൊടുക്കാമെന്നൊക്കെ കരുതി ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ തൊട്ടടുത്താണ് ഇവിടുത്തെ നേഴ്സറി, നടന്നു പോകാനുള്ള ദൂരമുള്ളൂ കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ ഇച്ചുക്കുട്ടിനെ കുറച്ച് നേരത്തെ എണീപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നേരത്തെ നമ്മൾ അമ്പലത്തിലൊക്കെ പോകേണ്ടതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ എണീപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ ഉറക്കം പോകാണ്ടാണ് നമ്മളിന്ന് എണീപ്പിച്ചത് കേട്ടോ. അതുകൊണ്ട് അതിൻ്റേതായ ഒരു ചെറിയ ചിണങ്ങലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേഴ്സറിയിലെത്തി. അവിടെ ടീച്ചറുണ്ടായിരുന്നു, ആയ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് കുട്ടികളും ഉള്ളായിരുന്നു കേട്ടോ. ബാക്കിയുള്ളവർക്ക് പനിയൊക്കെ ആയതുകൊണ്ട് വന്നില്ലെന്നാണ് പറഞ്ഞത് ടീച്ചർ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇന്ന് അച്ഛൻ ഉള്ളതുകൊണ്ട് തന്നെ അവൾ ഒട്ടും ചേട്ടായുടെ അടുത്തുനിന്ന് മാറുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു. ടീച്ചറിനോടും പിള്ളേരോടും ഒക്കെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ടീച്ചർ വിഷൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ എല്ലാവർക്കും കുറച്ച് സ്വീറ്റ്സൊക്കെ എല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് നേരം അവിടെ ഹാപ്പി ആയിട്ടിരുന്നു. പിന്നെ ഇന്ന് നമ്മൾ വളരെ ലൈറ്റായിട്ടുള്ളൊരു ചെറിയൊരു ചടങ്ങ് മാത്രമേ വെച്ചിട്ടുള്ളൂ. കാരണം ഒരുപാട് വലിയ ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പിന്നെ ചില സാറ്റർഡേയ്സൊക്കെ ഇവിടെ സമയമുള്ളപ്പോഴത്തേക്കും വന്ന് നഴ്സറിയിൽ ഇരിക്കാറുണ്ട് കേട്ടോ. കാരണം പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്, പിള്ളേരുടെ കൂടെ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടുത്തെ കളി സാധനങ്ങളൊക്കെ എടുത്ത് കുറേ നേരം അവളോട് ഇരുന്നോളും കേട്ടോ. വലിയ വഴക്കൊന്നുമില്ല. ഇനിയിപ്പോൾ നഴ്സറിയിൽ പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ആണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ലെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാവരോടും ഭയങ്കര കൂട്ടൊക്കെയാണ് ആൾ. വലിയ വഴക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. എപ്പോഴും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം പിള്ളേരോടൊക്കെ കളിച്ചുകൊണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ എല്ലാവർക്കും സ്വീറ്റ്സൊക്കെ കൊടുത്തു. പിന്നെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മാമ വിളിച്ചു കേട്ടോ. പിന്നെ നമ്മൾ കേക്ക് ഇന്നലെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് എടുക്കാൻ പോകണം. അപ്പോൾ അവിടുന്ന് ടീച്ചറിനോട് ഒത്തിരി വർത്താനമൊക്കെ പറഞ്ഞ് വിഷൊക്കെ ചെയ്ത് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ തിരിച്ചിനിയിപ്പോൾ നമ്മൾ ഇവിടെ വീട്ടിലാക്കിയിട്ട് വേണം നമുക്ക് കേക്ക് എടുക്കാൻ വേണ്ടി പോകാൻ. അപ്പം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ചില്ലായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഉറക്കപ്പിച്ചും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. വീട്ടിലിവിടെ ആക്കിയിട്ട് നമ്മൾ തീക്കോയ്ക്ക് പോകും. അപ്പോൾ അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് നമ്മൾ ആ ചേച്ചിയുടെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ കേക്ക് നമ്മൾ ഓർഡർ ചെയ്തിട്ടിരുന്നത്. അപ്പോൾ നല്ലതായിട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ തീക്കോയ അടുത്താണ് കേട്ടോ. അപ്പം ഇച്ചുക്കുട്ടിനെ വീട്ടിലാക്കി ഞങ്ങൾ നേരെ തീക്കോയിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയൊക്കെ വലിയ ക്ലൈമറ്റ് കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ട് ഒരു ചാറ്റൽ മഴയൊക്കെ തൂളാൻ വേണ്ടി നമ്മളിന്ന് ആലപ്പുഴയിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അവർ വരും. പിന്നെ മാമയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും കാണും. പിന്നെ മാമയുടെ അനിയത്തിയും വരുന്നുണ്ട് കേട്ടോ. അവർ ഓണത്തിന് വന്നിട്ടില്ലായിരുന്നു. എന്നാൽ പിന്നെ ഞങ്ങൾ തീക്കോയിൽ എത്തിയപ്പോഴത്തേക്കും തന്നെ അത്യാവശ്യം മഴ അങ്ങ് കൂടാൻ വേണ്ടി തുടങ്ങി കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ വീടിൻ്റെ അവിടെ എത്തി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി കേക്കൊക്കെ എടുത്ത് തന്നു കേട്ടോ. ഇത് അവരുടെ പട്ടിക്കുട്ടിയാണ് കേട്ടോ. അയ്യോ, ഞങ്ങൾ ചെന്നപ്പോൾ തുടങ്ങി നല്ല രീതിയിൽ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ, ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ആ ചേച്ചി ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോഴത്തേക്കും എടുത്തുകൊണ്ട് വന്നാൽ കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ കുറച്ച് നേരം താമസം വന്നു എഴുതാനൊക്കെ ആയിട്ട്. അപ്പോഴത്തേക്കും പിന്നെ നല്ല അടിപൊളി ക്ലൈമറ്റൊക്കെ ആയി. പിന്നെ ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് പോന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ കേക്ക് കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു കേക്കായിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. അപ്പോൾ ഡോറയുടെ തീം ഒക്കെ വെച്ചാണ് നമ്മൾ ഓർഡർ ചെയ്തിരുന്നത് കേട്ടോ. അവൾക്ക് ഡോറ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഡോറയുടെ തീം വെച്ചിട്ടാണ് ഞങ്ങൾ കേക്ക് ഓർഡർ ചെയ്തത്. പിന്നെ തലേദിവസം തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം സെറ്റാക്കി ചേച്ചി വെച്ചിട്ടുണ്ടായിരുന്നു.
നീറ്റായിട്ടുള്ള ഒരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. കുറേ ബലൂൺസ് അവൾ തന്നെ പൊട്ടിച്ച് കളഞ്ഞു. പിന്നെ നമ്മൾ ആ ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് കുറേ സംഭവങ്ങളൊന്നും നമുക്ക് വെക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ശ്രീകുട്ടി അമ്മയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവർ പിന്നെ കുറച്ചും കൂടെ ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പിന്നെ ഉച്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും വരുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. എല്ലാവരും കൂടെ വെറുതെ ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്തു. ഇച്ചിക്കുട്ടൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് നമ്മൾ കരുണയിലായിരുന്നു കേട്ടോ. അവിടെ ആയിരുന്നു നമ്മൾ ഫുഡൊക്കെ എല്ലാവർക്കും കൊടുത്ത് നമ്മൾ ഉച്ചയ്ക്ക് അവിടെ പോയി എല്ലാവരും കൂടെ ഫുഡ് കഴിച്ചു, കേക്ക് കട്ട് ചെയ്തു. അങ്ങനെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ, ലൈറ്റായിട്ട്. അപ്പോൾ ഈ തവണ നമ്മൾ അങ്ങനെ ഒന്നും പോകുന്നില്ല, കാരണം അമ്മച്ചിക്ക് ഒട്ടും വയ്യ. അമ്മച്ചി ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതൊന്നും വേണ്ടെന്ന് വെച്ചു. വീട്ടിൽ ലൈറ്റായിട്ട് വളരെ കുറച്ച് പേരായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കേക്ക് മാത്രം കട്ട് ചെയ്യാമെന്നും പറഞ്ഞ് അങ്ങനെ ചെറുതായിട്ടാണ് നടത്തുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഈ വ്ളോഗ് എടുത്തേക്കുന്നത് സാറ്റർഡേ ആണ് കേട്ടോ. സാറ്റർഡേ ആയിരുന്നു അവളുടെ ബർത്ത്ഡേ. അപ്പോൾ എനിക്കും ഓഫുള്ള ദിവസമാണ്. അതുപോലെ തന്നെ ചേട്ടായിയും അതനുസരിച്ച് ലീവ് എടുത്തേക്കുന്നതാണ് കേട്ടോ. 2 ദിവസത്തേക്ക് ലീവിന് വന്നതാണ്. ഇനിയിപ്പോൾ നാളെ രാവിലെ പോകണം. അപ്പം ചെറുതായിട്ട് കണ്ണമ്മാമ്മൻ്റെ ഒരു കുഞ്ഞ് ഗിഫ്റ്റും കൂടെ കൊടുത്തു കേട്ടോ. അത് അവൾ അപ്പം തന്നെ പൊളിച്ച് നോക്കുകയാണ്. അത് പിന്നെ വീട്ടിൽ നിന്ന് മാമയുടെ വീട്ടിൽ നിന്ന് ഉടുപ്പ് കൊണ്ടുവന്നായിരുന്നു. പിന്നെ കുഞ്ഞാൻ്റിയുടെ വീട്ടിൽ നിന്ന് അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയില്ലായിരുന്നു. അമ്മ ചേച്ചിയുടെ വീട്ടിൽ പോയതായതുകൊണ്ട് അമ്മയില്ലായിരുന്നു. പിന്നെ കുഞ്ഞാൻ്റിയെ സന്തോഷങ്ങൾ പിള്ളേർ 2 പേര് അച്ഛനും കൂടെ ആയിരുന്നു വന്നത് കേട്ടോ. അവരെല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞാറ്റയ്ക്ക് ഇച്ചുവിൻ്റെ ബർത്ത്ഡേക്ക് വരണമെന്നും പറഞ്ഞ് നേരത്തെ തന്നെ നല്ല വഴക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഓണത്തിൻ്റെ വരവ് സ്കിപ്പ് ചെയ്ത് ഈ തവണയാണ് വന്നത് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വീഡിയോ എല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഫുഡ് ആദ്യമേ ഇവർ മാളുവിൻ്റെ മാമനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞാൻ്റിയുടെ അച്ഛന്, പിന്നെ ചാച്ചന്, കണ്ണൻ, ഇവരെല്ലാവരും ഫുഡ് ആദ്യം തന്നെ കഴിക്കുകയാണ്. സന്തോഷങ്ങൾ കുറച്ച് കഴിഞ്ഞ് മതി എന്ന് പറഞ്ഞിട്ട് സന്തോഷങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ ഫുഡ് ഐറ്റംസ് മെയിനായിട്ടും രാവിലെ കാപ്പി ഉണ്ടായിരുന്നു. കാപ്പിക്ക് നമ്മൾ ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് എല്ലാവരും പറഞ്ഞത് ചോറ് ആക്കാമെന്നായിരുന്നു പറഞ്ഞത്. ചോറിൻ്റെ കൂടെ സാധാരണ നമ്മൾ ചിക്കൻ ബിരിയാണിയോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസോ കാണുന്നതാണ്. ഇത്തവണ നമ്മൾ ചോറ് മാത്രമേ ഉള്ളായിരുന്നു. ചോറ്, പിന്നെ ഇത് പഴമിട്ട മോരുകറിയാണ്, പിന്നെ ക്യാബേജ് തോരന്, പിന്നെ അച്ചാർ, പപ്പടം, ബീഫ് ഫ്രൈ, മീൻ കറി, ചിക്കൻ കറി, ഇത്ര ഐറ്റംസ് ആയിരുന്നു നമ്മൾ ഫുഡായിട്ട് മെയിനായിട്ട് വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്ന് ഒരു പായസവും കൂടെ വെച്ചാലോ എന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓർത്തു അവളുടെ പിറന്നാളിന് മെയിനായിട്ടും വെക്കാമെന്ന് കരുതി. ഇപ്പോൾ ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ പിറന്നാളാണ് കേട്ടോ. അപ്പോൾ അന്ന് നമ്മൾ വെക്കാമെന്ന് കരുതിയിരിക്കുകയാണ്. ഇപ്പോൾ മാളുവിന് വീഡിയോ എടുക്കുന്ന ഇഷ്ടമില്ല, അതാണ് കേട്ടോ അവൾ കൈ കൊണ്ട് വേണ്ടാന്ന് കാണിക്കുന്നത്. അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ ഞങ്ങളിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ സെറ്റ് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ സെറ്റ് ആൾക്കാരൊക്കെ കൂടെ ഇരിക്കുമായിരുന്നു. പിന്നെ നന്ദക്കുട്ടൻ ഒറ്റയ്ക്കായിരുന്നു കേട്ടോ ഇരുന്നത്. അവന് ഒറ്റയ്ക്കായിപ്പോയി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും അമ്മായിക്കും ശ്രീകുട്ടിക്കും ഇങ്ങോട്ട് വരാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് ചാച്ചനും ലീലാമ്മ ഇവരെല്ലാവരും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇറങ്ങാൻ പോവാന്നൊക്കെ ചാച്ചനോട് ഒന്ന് പറയുകയാണ്. അപ്പം കണ്ണന് അവരെ കൊണ്ടുവിടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പം ഇരിക്കാൻ ഞങ്ങൾ എല്ലാവരും അച്ഛനും അമ്മയും ഞാനും ചേട്ടായിയും, അച്ഛനും അമ്മയും കുറച്ച് കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അവർ കാപ്പി കുടിച്ചുള്ള കാരണം കുറച്ച് കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഇനി ഞങ്ങൾ കുറച്ച് പേരെ ഇരിക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുറത്ത് നിന്ന് എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലീലാമ്മയും ചാച്ചനും കൂടെ അങ്ങനെ ഇറങ്ങാനുള്ള ടൈമായിട്ടുണ്ട്. അപ്പോൾ അവർ 2 പേരും കൂടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇനി അവർ ചെന്നിട്ട് വേണം ശ്രീകുട്ടിക്കും അമ്മായിക്കൊക്കെ വരാൻ വേണ്ടി കേട്ടോ. അപ്പം ഇച്ചിക്കുട്ടന് അച്ഛയുടെ കയ്യിൽ തന്നെയാണ് ഇന്ന് ഫുൾ ടൈം. അച്ഛ ഉണ്ടെങ്കിൽ അച്ഛയുടെ കയ്യിൽ മാത്രം അവൾ ഇരിക്കത്തുള്ളൂ കേട്ടോ. പിന്നെ വേറെ ആരുടെയും കൂടെ അവൾ പോകത്തില്ല. അങ്ങനെയാണ്, ഏറ്റവും ഇഷ്ടം അച്ഛനെയാണ്. പിന്നെ മാമനോട് എന്തൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് ചിരിയും കളിയൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. പിന്നെ കുഞ്ഞാറ്റ ചേച്ചിയോടാണ് ഭയങ്കര കൂട്ടുകേട്ടോ. ചെറിയ പിള്ളേരെ ഭയങ്കര ഇഷ്ടമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ എല്ലാവരും അവരെ യാത്രയാക്കാൻ വേണ്ടി പുറത്ത് നിൽക്കുകയാണ്. അവരെല്ലാവരും ഇനി വീട്ടിലേക്ക് പോവുകയാണ് നേരെ. സന്തോഷങ്ങളും കണ്ണനും കൂടെ അവരെ ആക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഇനി അവർ പോയിട്ട് അമ്മായിനെയും ശ്രീകുട്ടീനെയും അവരെയൊക്കെ കൊണ്ടുവരും. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. ഞാനും ചേട്ടായി അച്ഛനും അമ്മയും കൂടെ ഞങ്ങളിരുന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. കുട്ടൻ രാവിലെ തന്നെ എണീറ്റത് കൊണ്ട് അവൾ ഇച്ചിരി ഒരു കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ അവളെ കിടത്തി ഉറക്കി ഫുഡൊക്കെ കൊടുത്തിട്ട് കിടത്തി ഉറക്കിനി. ഇനിയിപ്പോൾ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് എണീക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവളെ കിടത്തി ഉറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളവർ ഫുഡ് കഴിക്കാനുള്ളവരെല്ലാം ഫുഡ് കഴിക്കുകയാണ്. ഇനി കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ബാക്കി വരാനുള്ളവരും കൂടെ വരും കേട്ടോ. അപ്പോൾ ഇത് ഇന്നത്തെ നമ്മളൊരു ഫംഗ്ഷൻ, ചെറിയൊരു ഫംഗ്ഷനായിരുന്നു കേട്ടോ. അധികം ആൾക്കാരോ ഒന്നും ഇല്ലായിരുന്നു. വളരെ കുറച്ച് ആൾക്കാർ മാത്രം വെച്ച് ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് അത്ര ഉള്ളായിരുന്നു കേട്ടോ.
പിന്നെ നമ്മളിന്ന് മെയിനായിട്ടും കേക്ക് കട്ട് ചെയ്യുന്ന സമയം അതുപോലെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയമൊക്കെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന സന്തുവിനെയും അതുപോലെ കുഞ്ഞിനെയാണ് കേട്ടോ. അവർ രണ്ടുപേരും പുറത്താണല്ലോ. സന്തു ദുബായിലാണ്, കുഞ്ഞി പുറത്ത് കാനഡയിലാണ് പഠിക്കുകയാണ്. അപ്പോൾ അവരെ രണ്ടുപേരും നമ്മൾ ഒത്തിരി മിസ് ചെയ്യുന്നു കേട്ടോ. അവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നമ്മളെല്ലാവരും കൂടെ കളറായനെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മായിയും ശ്രീകുട്ടിയും കൂടെ വന്നു കേട്ടോ. കണ്ണൻ ഫുഡൊക്കെ കഴിച്ച് അവന് ഭയങ്കര ക്ഷീണമായിട്ട് അവനവിടെ കിടക്കുകയാണ്. പിന്നെ ശ്രീകുട്ടി, അമ്മായി, മാളു എല്ലാവരും കൂടെ ഞങ്ങൾ പിന്നെ ഫുഡ് അവരെല്ലാവരും കൂടെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അമ്മായി പറയുന്ന വീഡിയോ എടുക്കണമെന്നും പറഞ്ഞ് മുഖം പൊത്തി പിടിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇന്നുണ്ടാക്കിയ ഫുഡെല്ലാം ഉണ്ടാക്കിയേക്കുന്ന മായ്മയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം കട്ട് ചെയ്യാനും കഴുകാനും പെറുക്കാനും അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഞങ്ങൾ ഹെൽപ്പ് ചെയ്തു. പിന്നെ ഞങ്ങൾ 3 പേരും കൂടെയാണ് എല്ലാം ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കലും പരിപാടി എല്ലാം കഴിഞ്ഞു. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ചെറുതായിട്ടൊരു ചായയൊക്കെ കുടിച്ചിട്ട് അവരിതാ പോവുകയാണ് കേട്ടോ. കുഞ്ഞാൻ്റെയും സന്തോഷങ്ങളും അവരെല്ലാവരും കൂടെ പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. അപ്പം എല്ലാവരും കൂടെ നല്ലൊരു സന്തോഷമുള്ള ദിവസമായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ കൂടി ഒരുപാട് വർത്തമാനമൊക്കെ പറഞ്ഞ് കുറേ നേരം ഇരുന്നു. നമ്മുടേതായ കുറേ ടൈം കേട്ടോ. അപ്പം എല്ലാവരും കൂടെ പോവുകയാണ്. ഈ പോകുന്ന ഒരു സമയമാകുമ്പോഴത്തേക്കുമാണ് ഏറ്റവും വിഷമം കേട്ടോ. നേരവും എല്ലാവരും ജോളിയായിട്ടിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് അവരങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു നിശബ്ദതയാണ് കേട്ടോ. അപ്പോൾ അവർ പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് 2-3 ദിവസം അവിടെ നിൽക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവൾ നിൽക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നന്ദുക്കുട്ടനും. അപ്പോൾ അവർ ഇനി ക്ലാസ്സൊക്കെ തുടങ്ങും, അതുകൊണ്ട് എന്നാൽ പോയേക്കാന്ന് പറഞ്ഞ് ലാസ്റ്റ് മിനിറ്റ് പോവാണ് കേട്ടോ. പിന്നെ അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇച്ചുകുട്ടി ഉറക്കമാണല്ലോ. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയേക്കാമെന്നും പറഞ്ഞ് ഞാനും കണ്ണനും ശ്രീകുട്ടിയും ചേട്ടായും കൂടെ ഞങ്ങൾ വെറുതെ ഇങ്ങനെ അയ്യമ്പാറയിലോട്ടൊന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഒരു സമയമായതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. ശനിയും ഞായറും നമ്മളിവിടെ വരുവാണെങ്കിൽ നല്ല തിരക്കാണ് കേട്ടോ, പണ്ടത്തെ പോലെയൊന്നും അല്ല. അപ്പോൾ അല്ലാത്ത ദിവസമൊക്കെ ആണെങ്കിൽ കുറച്ച് തിരക്ക് കുറവുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അയ്യമ്പാറയിലേക്ക് വന്നു. കുറച്ച് നേരം വെറുതെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കാം. പിന്നെ അവൾ എണീക്കുന്ന സമയം ചെന്നാൽ മതിയല്ലോ എന്നും കരുതി ഞങ്ങൾ പോകുന്നു കേട്ടോ. സാറ്റർഡേയും സൺഡേ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം തുടങ്ങി രാത്രി വരെ ഒത്തിരി ആൾക്കാർ കാണും കേട്ടോ. പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ നമ്മളിവിടെ കാണും. കാരണം എല്ലാവരും ഒരു മൈൻഡൊന്ന് ഫ്രീ ആക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരും കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും കോഫിയോ ചായ ലൈസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് താഴേക്ക് പോകും കേട്ടോ. ഞങ്ങൾ ഐസ്ക്രീമാണ് പറഞ്ഞത്, ഞാനും ശ്രീകുട്ടി. പിന്നെ ഇവർ ലേസാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ ഞങ്ങളിതെല്ലാം വാങ്ങിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങും. അവിടെ എന്തോ മെയിൻ്റെനൻസ് പണിയോ എന്തൊക്കെയൊക്കെ കടയിൽ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ താഴേക്ക് പോകുന്നു കേട്ടോ. താഴേക്ക് പോകുന്നപ്പോഴത്തേക്കും ശ്രീകുട്ടിയുടെ കൂടെ പഠിച്ച ഒരു കൊച്ചിനെ കണ്ടു കേട്ടോ. ഞങ്ങളപ്പോൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ ഇതാ താഴെ വശത്ത് പോയിരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്. ഇവിടെ സൺറൈസ് ആണെങ്കിലും സൺസെറ്റ് ആണെങ്കിലും കാണാൻ വേണ്ടി നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല വ്യൂ ആണ്. ഞങ്ങൾ ഒത്തിരി വർത്താനമൊക്കെ പറഞ്ഞ് കുറേ നേരം ഇവിടെ ഇരുന്നു. നല്ലൊരു റിഫ്രഷ്മെൻ്റാണ് കേട്ടോ. നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആവും. ഇപ്പോൾ നമ്മൾ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ നേരം നമുക്കൊരു സ്ട്രെസ്സായിട്ടിരിക്കുമ്പോഴാണെങ്കിലും നമ്മളിവിടെ വന്നിരിക്കുകയാണെങ്കിൽ കുറേ ഒരു ഒരു റിലാക്സ്ഡ് ആകും കേട്ടോ. പിന്നെ ഇച്ചുവിനെയും കൂടെ ഞങ്ങളിവിടെ വരുമ്പോഴത്തേക്കും അവൾ ഓട്ടമാണ് കേട്ടോ. ഈ പാറയിൽ കൂടെ നല്ല ഓടും. അപ്പോൾ കഴിഞ്ഞ തവണ ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കും പാറയിൽ കൂടെ ഓടി ഒന്ന് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ പിന്നെ നമ്മൾ കൈ പിടിച്ചുകൊണ്ട് ഇറക്കാറുള്ളൂ, ഇല്ലെങ്കിൽ ഓടി എല്ലായിടത്തും വീഴുകയൊക്കെ ചെയ്യും. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും മായ്മ വിളിച്ചു, കാരണം അവൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. വീട്ടിലേക്ക് നമ്മൾ കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിച്ചു. എന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ശ്രീകുട്ടിയും അമ്മായിയും കണ്ണനും കൂടെ അവർ തിരിച്ച് പോകും കേട്ടോ. പിന്നെ വിളക്ക് വെക്കുന്ന ഒരു സമയമൊക്കെ ആയി വരുവാണ്. അപ്പോൾ അവർ തിരിച്ച് വീട്ടിലേക്ക് പോരും. കണ്ടോ, ഇതാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുരിശുപള്ളി കേട്ടോ. മാതാവിൻ്റെ കുരിശുപള്ളിയാണ്. അപ്പോൾ ഞങ്ങൾ ചെറുതായിരുന്നപ്പോഴത്തേക്കും ഇവിടെ കൊണ്ട് ഒരുപാട് പൂവൊക്കെ വെക്കുമായിരുന്നു കേട്ടോ. എന്നിട്ട് ബസ്സിന് നമ്മൾ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും ആ പൂ അവിടെ വെച്ചേക്കുന്നതൊക്കെ കണ്ട് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ ചെറുപ്പത്തിൽ. അപ്പോൾ അവർ പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കും കണ്ണനോട് ഇച്ചു ഭയങ്കര വഴക്കാണ്, പോകണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനോട് ഭയങ്കര കാര്യമാണ് കേട്ടോ. അപ്പോൾ മാള് ഓരോ തത്തേനെയൊക്കെ കാണിച്ച് സോപ്പിടാൻ നോക്കുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരി സമ്മതിക്കുന്നില്ല, അവരോട് വഴക്ക് കൂടുകയാണ്, അവരുടെ കൂടെ പോകണമെന്നും പറഞ്ഞ്. ഇവർ പോരുന്ന ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ഇതാ ഉണ്ണിക്കുട്ടനും വന്നിട്ടുണ്ട് കേട്ടോ. ഉണ്ണിക്കുട്ടൻ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വെച്ചാണ്. അപ്പോൾ ഉണ്ണിക്കുട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ ഇച്ചുവിന് വേറെ ആരും വേണ്ട കേട്ടോ. ഉണ്ണിക്കുട്ടനോട് കളിച്ചുകൊണ്ട് കുറേ നേരം ഇരുന്നോളും. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നിഗാസ് വേൾഡ്.